നമ്മുടെ രാജ്യത്തെ ടെലികോം രംഗത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതിൽ തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട BSNL എന്ന സ്ഥാപനത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. BSNL തിരിച്ചു വരുമോ എന്ന ചോദ്യം ഇന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ട്. ജിയോയും എയർടെലും ഭരിക്കുന്ന ഈ കാലത്ത് BSNL എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് പലരും ചോദിക്കുന്നു. അതൊരു വലിയ കഥയാണ്, പോരാട്ടത്തിന്റെ കഥയാണ്. ആ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. BSNL എന്നത് വെറും ഒരു കമ്പനിയല്ല, അത് ഇന്ത്യക്കാരുടെ ഒരു വികാരമാണ്. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന ലാൻഡ് ഫോൺ ഓർമ്മയുണ്ടോ? അത് BSNL ആയിരുന്നു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ സേവനം എത്തിച്ച സ്ഥാപനമാണത്. ലാഭം മാത്രം നോക്കാതെ ജനങ്ങളെ സേവിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇന്ത്യയുടെ മുക്കിലും മൂലയിലും ഇന്റർനെറ്റും ഫോൺ വിളിയും എത്തിച്ചത് BSNL ആണ്. എന്നാൽ കാലം മാറി, പുതിയ കമ്പനികൾ വന്നു. BSNL പതിയെ പിന്നിലായി. 2000ങ്ങളുടെ തുടക്കത്തിൽ സ്വകാര്യ കമ്പനികൾ വരാൻ തുടങ്ങി. എയർടെലും വോഡഫോണും ഐഡിയയും എല്ലാം വന്നു. അവർ പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവന്നു. വേഗത്തിലുള്ള ഇന്റർനെറ്റ് നൽകി, ആകർഷകമായ ഓഫറുകൾ നൽകി. ഈ സമയത്ത് BSNL കുറച്ച് പിന്നിലായി പോയി. അവർക്ക് കൃത്യസമയത്ത് പുതിയ ടെക്നോളജി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഗവൺമെന്റ് സ്ഥാപനമായതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ താമസം നേരിട്ടു. 2016 വലിയൊരു മാറ്റം സംഭവിച്ചു. റിലയൻസ് ജിയോ വിപണിയിലേക്ക് വന്നു. സൗജന്യമായി ഇന്റർനെറ്റും കോളുകളും നൽകി അവർ ജനങ്ങളെ കയ്യിലെടുത്തു. ഇത് ടെലികോം രംഗം ആകെ മാറ്റിമറിച്ചു. മറ്റ് കമ്പനികൾ പിടിച്ചു നിൽക്കാൻ പാടുപെട്ടു. പല ചെറിയ കമ്പനികളും പൂട്ടിപ്പോയി. എയർടെൽ പോലും വലിയ വെല്ലുവിളി നേരിട്ടു. ഈ സമയത്ത് BSNL വല്ലാതെ തളർന്നു. അവർക്ക് 4G പോലും ഇല്ലായിരുന്നു. ആളുകൾക്ക് വേണ്ടത് വേഗതയുള്ള ഇന്റർനെറ്റ് ആയിരുന്നു. അത് കൊടുക്കാൻ BSNLന് കഴിഞ്ഞില്ല. അങ്ങനെ ധാരാളം ആളുകൾ BSNL ഉപേക്ഷിച്ചു പോയി. BSNL വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥ വന്നു. ജീവനക്കാർ സമരം ചെയ്തു. കമ്പനി പൂട്ടുമെന്ന് പലരും പറഞ്ഞു. 2009 മുതൽ BSNL നഷ്ടത്തിലായിരുന്നു. 2019 ആയപ്പോഴേക്കും സ്ഥിതി വളരെ മോശമായി. സ്വകാര്യ കമ്പനികൾ 4G കഴിഞ്ഞ് 5Gയിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ BSNL അപ്പോഴും 3Gയിൽ തന്നെ തുടർന്നു. ഇതാണ് അവരുടെ ഏറ്റവും വലിയ വീഴ്ച. എന്നാൽ 2024 കാര്യങ്ങൾ മാറിമറിഞ്ഞു. സ്വകാര്യ കമ്പനികളായ ജിയോയും എയർടെലും വോഡഫോണും അവരുടെ നിരക്കുകൾ കൂട്ടി. റീചാർജ് ചെയ്യാൻ വലിയ തുക നൽകേണ്ടി വന്നു. ഇത് സാധാരണക്കാരെ ബാധിച്ചു. പെട്ടെന്ന് നിരക്കുകൾ കൂടിയപ്പോൾ ജനങ്ങൾ ബദൽ മാർഗങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് അവർ പഴയ BSNLനെ ഓർത്തത്. BSNL നിരക്കുകൾ കൂട്ടിയിരുന്നില്ല. അവർ പഴയ നിരക്കിൽ തന്നെ സേവനം തുടർന്നു. ഇതോടെ ആളുകൾ കൂട്ടത്തോടെ BSNLിലേക്ക് തിരികെ വരാൻ തുടങ്ങി. 2024 ജൂലൈ മാസത്തിൽ മാത്രം ലക്ഷക്കണക്കിന് ആളുകളാണ് BSNL സിം എടുത്തത്. സ്വകാര്യ കമ്പനികൾക്ക് ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളെ നഷ്ടമായി. 6 മാസത്തിനുള്ളിൽ 55 ലക്ഷം പുതിയ വരിക്കാരെയാണ് BSNL നേടിയത്. ഇതൊരു അത്ഭുതമായിരുന്നു. മരിച്ചു എന്ന് കരുതിയ ഒരു സ്ഥാപനം പെട്ടെന്ന് ഉയർത്തെഴുന്നേറ്റു. ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ഫോൺ വിളിക്കണം, അതിന് BSNL തന്നെ വേണമെന്ന് അവർ തീരുമാനിച്ചു. BSNLനെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അവർ വലിയ സാമ്പത്തിക സഹായങ്ങൾ പ്രഖ്യാപിച്ചു. 2019 ആദ്യത്തെ പാക്കേജ് നൽകി. പിന്നീട് 2022 1.64 ലക്ഷം കോടി രൂപയുടെ വലിയൊരു പാക്കേജ് പ്രഖ്യാപിച്ചു. ഇത് BSNLന് വലിയ ആശ്വാസമായി. അവരുടെ കടങ്ങൾ വീട്ടാനും പുതിയ ടവറുകൾ സ്ഥാപിക്കാനും ഈ പണം സഹായിച്ചു. ജീവനക്കാർക്ക് സ്വയം വിരമിക്കൽ പദ്ധതി നടപ്പിലാക്കി ചെലവ് കുറച്ചു. സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉള്ളതുകൊണ്ട് BSNL വീണ്ടും കരുത്താർജിച്ചു. BSNLന്റെ തിരിച്ചുവരവിൽ ഏറ്റവും പ്രധാനം സാങ്കേതിക വിദ്യയാണ്. ഇതിനായി അവർ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അഥവാ TCSുമായി കൈകോർത്തു. വിദേശ കമ്പനികളെ ആശ്രയിക്കാതെ ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ച സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. ഇതിനെയാണ് ഇൻഡിജിനസ് ടെക്നോളജി എന്ന് വിളിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പ് ഇതിന് വലിയ പിന്തുണ നൽകി. തേജസ് നെറ്റ്വർക്ക്സ്, C. എന്നീ സ്ഥാപനങ്ങളും ഇതിൽ പങ്കാളികളായി. ഇത് ഇന്ത്യയുടെ അഭിമാന നിമിഷമാണ്. നമ്മുടെ സ്വന്തം 4G നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. ഇപ്പോൾ BSNL 4G വ്യാപകമാക്കുകയാണ്. രാജ്യത്തുടനീളം പുതിയ ടവറുകൾ സ്ഥാപിക്കുന്നു. 1 ലക്ഷം 4G ടവറുകൾ സ്ഥാപിക്കാനാണ് ലക്ഷ്യം. ഇതിൽ 75,000-ഓളം ടവറുകൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. 2026 കൂടി ഇത് പൂർത്തിയാകും. അതോടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും BSNL 4G ലഭിക്കും. വേഗതയുള്ള ഇന്റർനെറ്റ് കുറഞ്ഞ നിരക്കിൽ ലഭിക്കും. ഇത് വലിയൊരു മാറ്റം കൊണ്ടുവരും. ഈ വർഷം BSNL വലിയൊരു നേട്ടം കൈവരിച്ചു. 17 വർഷത്തിന് ശേഷം അവർ ലാഭത്തിലേക്ക് എത്തി. 2024-25 സാമ്പത്തിക വർഷത്തിന്റെ 3ാം പാദത്തിൽ 262 കോടി രൂപ ലാഭം നേടി. അവസാന പാദത്തിൽ അത് 280 കോടി രൂപയായി. ഇത് അവരുടെ തിരിച്ചുവരവിന്റെ തെളിവാണ്. മാനേജ്മെന്റിന്റെ കഠിനാധ്വാനവും സർക്കാരിന്റെ സഹായവും ഇതിന് കാരണമായി. ഇനി പിന്നോട്ടു പോകില്ല എന്ന വാശിയോടെയാണ് അവർ മുന്നോട്ടു പോകുന്നത്. 4G മാത്രമല്ല BSNLന്റെ ലക്ഷ്യം, അവർ 5Gയും കൊണ്ടുവരാൻ പോകുന്നു. 2026 5G സേവനം ആരംഭിക്കാനാണ് പദ്ധതി. ഇതിനായുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. മറ്റ് കമ്പനികൾക്കൊപ്പം എത്താൻ BSNL ശ്രമിക്കുന്നു. ടാറ്റയുമായി ചേർന്ന് വികസിപ്പിച്ച സാങ്കേതിക വിദ്യ 5Gയിലേക്ക് മാറ്റാൻ എളുപ്പമാണ്. അതുകൊണ്ട് 4G വന്നാൽ അധികം വൈകാതെ 5Gയും വരും. ഇത് വരിക്കാർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. നമ്മൾ എന്തിനാണ് BSNLനെ പിന്തുണയ്ക്കേണ്ടത്? അതിന് വ്യക്തമായ കാരണമുണ്ട്. വിപണിയിൽ മത്സരമുണ്ടെങ്കിലേ വില കുറയൂ.
ജിയോയും എയർടെലും മാത്രമായാൽ അവർക്ക് ഇഷ്ടമുള്ള വില ഈടാക്കാം. അപ്പോൾ ചോദിക്കാൻ ആരും ഉണ്ടാവില്ല. എന്നാൽ BSNL ഉണ്ടെങ്കിൽ അവർക്ക് തോന്നിയ പോലെ വില കൂട്ടാൻ കഴിയില്ല. സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ സേവനം നൽകാൻ BSNL വേണം. അത് നമ്മുടെ ആവശ്യമാണ്. ലാഭം നോക്കുന്ന സ്വകാര്യ കമ്പനികൾ പലപ്പോഴും ഗ്രാമങ്ങളെ അവഗണിക്കാറുണ്ട്. അവിടെ ടവറുകൾ സ്ഥാപിക്കാൻ അവർ മടിക്കുന്നു. എന്നാൽ BSNL അങ്ങനെയല്ല. ലാഭം കുറവാണെങ്കിലും അവർ ഗ്രാമങ്ങളിൽ സേവനം എത്തിക്കുന്നു. ഇന്ത്യയിലെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ ഇന്നും BSNL മാത്രമേ ഉള്ളൂ. അവിടുത്തെ ജനങ്ങളുടെ ഏക ആശ്രയം BSNL ആണ്. ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നം വിജയിക്കണമെങ്കിൽ BSNL വേണം. എല്ലാം ശുഭകരമാണെന്ന് പറയാൻ കഴിയില്ല. BSNL ഇപ്പോഴും പല വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. 4G വേഗത ചില സ്ഥലങ്ങളിൽ കുറവാണ്. ടവറുകളുടെ എണ്ണം ഇനിയും കൂടാനുണ്ട്. കസ്റ്റമർ സർവീസ് മെച്ചപ്പെടാനുണ്ട്. നെറ്റ്വർക്ക് കട്ടാകുന്ന പ്രശ്നങ്ങൾ പലരും പരാതിപ്പെടുന്നു. ഇതെല്ലാം പരിഹരിക്കണം. എങ്കിൽ മാത്രമേ വന്ന വരിക്കാരെ പിടിച്ചു നിർത്താൻ കഴിയൂ. സ്വകാര്യ കമ്പനികൾ വെറുതെ ഇരിക്കില്ല. അവരും പുതിയ ഓഫറുകൾ നൽകും. അപ്പോൾ BSNL കൂടുതൽ ജാഗ്രത പാലിക്കണം. BSNLന്റെ വിജയം നമ്മൾ ഉപഭോക്താക്കളുടെ കയ്യിലാണ്. നമ്മൾ അവർക്ക് അവസരം നൽകണം. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ക്ഷമിക്കണം. കാരണം ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇതിന്റെ ലാഭം സർക്കാരിലേക്കാണ് പോകുന്നത്. അത് നമ്മുടെ വികസനത്തിന് ഉപയോഗിക്കും. സ്വകാര്യ കമ്പനികളുടെ ലാഭം അവരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്. അത് നമ്മൾ ഓർക്കണം. BSNLലെ ജീവനക്കാരെ നമ്മൾ അഭിനന്ദിക്കണം. ശമ്പളം കിട്ടാത്ത സമയത്തും അവർ ജോലി ചെയ്തു. പ്രളയവും ദുരന്തങ്ങളും വന്നപ്പോൾ അവർ രാവും പകലും പണിയെടുത്തു. നെറ്റ്വർക്ക് തിരികെ കൊണ്ടുവരാൻ അവർ കഷ്ടപ്പെട്ടു. അവരുടെ ആത്മാർത്ഥതയാണ് ഈ സ്ഥാപനത്തെ പിടിച്ചു നിർത്തുന്നത്. ഇപ്പോൾ പുതിയ ഉന്മേഷത്തോടെ അവർ ജോലി ചെയ്യുന്നു. കസ്റ്റമർ സർവീസ് മെച്ചപ്പെടുത്താൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഏപ്രിൽ മാസം കസ്റ്റമർ സർവീസ് മാസമായി അവർ ആചരിക്കുന്നു. BSNLന്റെ ഭാവി ശോഭനമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. പുതിയ 4G ടവറുകൾ പൂർത്തിയാകുന്നതോടെ വലിയ മാറ്റം വരും. ഇന്റർനെറ്റ് വേഗത കൂടും. കോൾ ഡ്രോപ്പ് കുറയും. 5G കൂടി വരുന്നതോടെ BSNL പഴയ പ്രതാപത്തിലേക്ക് എത്തും. ടാറ്റ ഗ്രൂപ്പിന്റെ സാങ്കേതിക സഹായം ഇതിന് വലിയ ശക്തി പകരും. ലോകത്തിന് തന്നെ മാതൃയാക്കാവുന്ന രീതിയിൽ തദ്ദേശീയ സാങ്കേതിക വിദ്യ അവർ വിജയിപ്പിക്കും. BSNLന്റെ തിരിച്ചുവരവ് സ്വാശ്രയ ഭാരതത്തിന്റെ വിജയമാണ്. നമ്മൾ വിദേശ കമ്പനികളെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്നു. നമ്മുടെ എഞ്ചിനീയർമാർ വികസിപ്പിച്ച സാങ്കേതിക വിദ്യ നമ്മൾ ഉപയോഗിക്കുന്നു. ഇത് രാജ്യസുരക്ഷയ്ക്കും നല്ലതാണ്. നമ്മുടെ വിവരങ്ങൾ ചോർന്നു പോകില്ല എന്ന് ഉറപ്പാക്കാം. ചൈനീസ് ഉപകരണങ്ങൾ ഒഴിവാക്കി നമ്മൾ സുരക്ഷിതമായ നെറ്റ്വർക്ക് നിർമ്മിക്കുന്നു. BSNL എന്നത് വെറും ഒരു സിം കാർഡ് അല്ല. അത് നമ്മുടെ രാജ്യത്തിന്റെ സ്വത്താണ്. അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ജിയോയും എയർടെലും ഉണ്ടാകട്ടെ, പക്ഷേ BSNLും വേണം. എങ്കിലേ വിപണിയിൽ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാകൂ. കഷ്ടകാലത്ത് നമ്മളെ സഹായിക്കാൻ BSNL മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മറക്കരുത്. ഇന്ന് കാണുന്ന ഈ മാറ്റങ്ങൾ ഒരു തുടക്കം മാത്രമാണ്. ഇനിയും ബഹുദൂരം സഞ്ചരിക്കാനുണ്ട്. തടസ്സങ്ങൾ ഉണ്ടാകാം, പക്ഷേ തോറ്റു പിന്മാറാൻ BSNL തയ്യാറല്ല. നമ്മൾ ഓരോരുത്തരും കൂടെ നിന്നാൽ ഈ സ്ഥാപനം ഇനിയും ഉയരങ്ങൾ കീഴടക്കും. കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന സ്വപ്നം BSNL സാക്ഷാത്കരിക്കും. നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്കുള്ള ഈ യാത്ര വലിയൊരു പാഠമാണ്. തോൽവിയിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരാമെന്ന് BSNL കാണിച്ചു തരുന്നു. ഈ തിരിച്ചുവരവ് പൂർണ്ണമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം, കൂടെ നിൽക്കാം. നല്ലൊരു നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നന്ദി.